ഞാനിങ്ങനെ അച്ഛനോട് പറയുന്നത് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛൻ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് എന്നോട് ലോഹിതാസ് സാറിൻ്റെ അഡ്രസ്സ് എന്നിട്ട് പറഞ്ഞു കത്തയക്കാൻ. സോ മൈ ഫാദർ ആക്ച്വലി അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗംഗാധരൻ അങ്കിൾ തൃശ്ശൂർ. ഗംഗാധരൻ അങ്കിൾ ഒരാളുടെ കയ്യിൽ നിന്നാണ് ഈ അഡ്രസ്സ് മേടിച്ചത്. പുള്ളി അന്ന് TG രവി സാറായിരുന്നു. സോ ഈ ഗേവ് ആൻഡ് ഞാൻ ലോഹിത് സാറിന് കത്ത് അയക്കുന്നു. അന്ന് രജിസ്റ്റർ കത്ത് അയച്ചത് അച്ഛൻ. എനിക്കൊന്നും അറിയില്ല. സോ ഐ വുഡ് ജസ്റ്റ് റൈറ്റ് എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊരു കൃത്യമായിട്ടൊരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് കോൾ ബാക്കൊക്കെ വന്നു. ഞാൻ സാറിനെ പോയി കാണുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോകണം കേട്ടോ, ഒറ്റയ്ക്ക് പോയി കാണാം. അപ്പോൾ എനിക്കൊരു 18. ഈ ഭയങ്കര കോൺഫിഡൻസ് ഇതൊന്നും അറിയത്തില്ലല്ലോ, അവിടെയല്ല ജീവിച്ചത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് പുള്ളി ആരാണെന്നും പുള്ളിയുടെ ഇമ്പാക്ട് എന്താണെന്നും സിനിമയിൽ അതൊന്നും അറിയില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞു പോയി കാണുന്നു എന്നല്ലേ. ഇപ്പം ഞാൻ ഇനീഷ്യലിയാണ് തോട്ടത്തെ അച്ഛൻ്റെ ഏതോ ഫ്രണ്ടാണെന്ന്. അപ്പോൾ ഈ സിനിമ എടുക്കുന്നൊരു ചേട്ടനാണെന്ന രീതിയിൽ ആണ് നമ്മൾ പോകുന്നത്. സാറിനും അത് മനസ്സിലായി. ബിക്കോസ് സാറ് എന്നോട് ചോദിച്ചു എന്തിനാണ് സിനിമ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ തോന്നി ചെയ്യണം എന്ന രീതി. അങ്ങനത്തെ കൺവെർസേഷൻ ആയിരുന്നു. വെൻ ഐ റീകോൾ ഇറ്റ്സ്. ഇപ്പോൾ ഞാനന്ന് സാറെ മീറ്റ് ചെയ്യാൻ ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും പിന്നെ ഒരു പുതിയ ഷൂ ഒക്കെ മേടിച്ചിട്ട് പോയത്. അപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടു. അപ്പോൾ സത്യത്തിൽ അവിടെ സംഭാരം തരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഈ ചക്കരമുത്ത് സിനിമ വന്നില്ലേ, ആ പടത്തിലെ സെയിം റെഫറൻസിൽ ചേട്ടൻ ആ വീട്ടിലുണ്ട് ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഞാനിങ്ങോട്ട് ഈ സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ. ദെൻ ഒരു തലയിൽ തോർത്തൊക്കെ ഇട്ടിട്ട് ഒരു ചേട്ടൻ. ഞാനവിടെ ഇരിക്കുമായിരുന്നു. ഹീ ആക്ച്വലി വാക്ക്ഡ് ഇൻ. എൻ്റെ അവിടെ ചാരപ്പടിയിൽ ഒരു വലിയൊരു റോക്കിംഗ് ചെയർ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് ഇരുന്ന് എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ലോഹിതാസ് സാറിനെ കാണാൻ നിൽക്കാന്ന്. അപ്പോൾ ഞാനാണ് ലോഹിതാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ. then പുള്ളി എനിക്ക് മോരും സംഭാരമൊക്കെ തന്നു. ഐ ആം വെരി ക്ലിയർ അബൌട്ട്. ബിക്കോസ് ഈ നമുക്ക് അറിയാതെ ഇപ്പോൾ പുള്ളി വലിയ സ്റ്റേജുകളിൽ നിൽക്കുന്ന ആളായിരുന്നു അന്നും. എങ്ങനെ വേണമെങ്കിൽ ഒഫൻഡഡ് ആയിട്ട് എന്നെ ഇറങ്ങി പോകാമെന്ന് പറയാമായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഹി എൻജോയ്ഡ് ദാറ്റ് ഇൻട്രാക്ഷൻ. എന്നോട് ഒന്നുകൂടി വരാൻ പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എന്നോട് വേറെ കാര്യം ചോദിച്ചു, ഈ സ്ഥിരം വേഷം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഭയങ്കര ടിപ്പ് ടോപ്പായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളിയോട് ഭയങ്കര ഒരു ഇന്നത്തെ പോലെയല്ല. പണ്ട് ഞാൻ ഡൺ സോ മച്ച് സ്റ്റുപ്പിഡ് സ്റ്റഫ് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ സാറിനെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ വെച്ചിട്ട് മേടിച്ചതാണ്. ഉണ്ണി എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പുതിയ ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. സോ റിലീവ്ഡ് ആക്ച്വലി. ബിക്കോസ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഓരോ തവണ പുള്ളിയെ കാണുമ്പോൾ ഈ 300 രൂപയുടെ ഷർട്ടും പാൻറ്റും മേടിച്ചിടേണ്ടി വന്ന അന്നത്തെ എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. സോ ഇറ്റ് വാസ് വെരി കൈൻഡ്. അങ്ങനെ പിന്നെ സാറിനെ കണ്ട് 2-3 വർഷം സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഐ വാസ് സപ്പോസ് ടു ഡു നിവേദ്യം. ഭാമിക്ക് അങ്ങനെ തന്നെ അറിയാം. പിന്നെ വിനുമോഹനാണ് ആ പടം ചെയ്തത്. അന്ന് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ഡൈസി ഫീലിംഗ് ആയി. സിനിമ ചെയ്യണോ എന്ത് ചെയ്യണം. അപ്പോൾ സാറിങ്ങനെ പറയുമ്പോൾ ഇല്ല വേണ്ട, ഞാൻ തിരിച്ച് ഗുജറാത്തിൽ പോകും. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ചെയ്തിരിക്കുന്നല്ലേ. ഞാൻ അങ്ങനെ ലൈഫ് വൈസ് പിന്നെ ഒരു പോയിന്റിൽ ഐ വാസ് ലൈക്ക് ഓക്കെ സിനിമയിൽ അഭിനയിക്കാം. കമ്മിറ്റ് ചെയ്തേ പറ്റുമല്ലേ. അതെ.